മുനമ്പം വഖഫ് ഭൂമി വിഷയത്തിൽ PDP സംസ്ഥാന നേതാക്കൾ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക് ഞാൻ വ്യക്തമായി അഭിപ്രായപ്പെടുന്നു. അക്കാര്യത്തിൽ കേരളത്തിൽ RSSന്റെ പരിവാർ പ്രസ്ഥാനമായി പ്രവർത്തിക്കുന്ന കാസയുടെ ഏജന്റായി സതീശൻ മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് വളരെ വ്യക്തമാണ്. RSSന്റെ ശബ്ദമാണ് സതീശൻ്റെ ശബ്ദം. എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളോട് നിങ്ങൾ ഈ കാര്യത്തിൽ എന്നേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവരായതുകൊണ്ടാണ് ഞാൻ ഇത്രയും വ്യക്തമായി നിങ്ങളോട് ഈ കാര്യങ്ങളെ. PC ജോർജ് ഒരിക്കൽ പറഞ്ഞു, ശരീഅത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ എന്ത് ശരീഅത്തെന്നാണ്. PC ജോർജ് ശരിയായില്ലേ? ഏകദേശം ഇപ്പം PC ജോർജ് ശരിയായ ഘട്ടത്തിലാണുള്ളത്. വഖഫ് ഭൂമി അല്ല എന്ന് സതീശൻ വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇദ്ദേഹം തിരുത്തണം. തിരുത്തിയില്ല എങ്കിൽ സതീശനും ഒരു വക തന്നെയാവുമെന്നാണ് ഈ കാര്യത്തിൽ PDPയുടെ അഭിപ്രായം. കാരണം മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിഷയം വേറെ ആംഗിളിലേക്ക് പോവുക. ഇത് ഗവൺമെൻറ് നിശ്ചയിക്കപ്പെട്ട നിസാർ കമ്മീഷൻ റിപ്പോർട്ട് വളരെ വ്യക്തമായി നമ്മുടെ മുന്നിലുണ്ട്. ആ അന്വേഷണ കമ്മീഷൻ നമ്മുടെ മുന്നിലുണ്ടായിരിക്കവേ അതിൻ്റെ വെളിച്ചത്തിൽ നിയമപരമായ ആ കാര്യത്തെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ചർച്ച ചെയ്യുകയും അത് പരിഹരിക്കാൻ അവിടെ ഒരു കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാവുന്നതിനെക്കുറിച്ച് നമുക്ക് താല്പര്യമില്ല. അതുണ്ടാക്കാൻ ചിലർ ആഗ്രഹിക്കുകയാണ്. ആ ആഗ്രഹത്തെ അല്ല നമ്മൾ അനുകൂലിക്കുന്നത്. അവിടെ താമസിക്കുന്ന പാവങ്ങൾക്ക് പുനരധിവാസം ഉണ്ടാവണം. അതോടൊപ്പം തന്നെ ഈ ഭൂമി വിറ്റ് പണം വാങ്ങിയ ഫറൂഖ് കോളേജിൻ്റെ ഭരണസമിതിയിൽപ്പെട്ടവരും ഇതിനോടനുബന്ധമായി പ്രവർത്തിച്ച ഉദ്യോഗസ്ഥന്മാരും നിലനിന്നിരുന്ന CEO ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനകത്ത് കക്ഷിയാണ് എന്നതാണ്. അതുകൊണ്ട് അവരെക്കുറിച്ച് വ്യക്തമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ കൊണ്ടുവന്ന് പൊതുസമൂഹത്തിൽ ബോധ്യപ്പെടുത്തുകയും അവർക്കെതിരെ നടപടിയെടുത്ത് അവരിൽ നിന്ന് ഇത് ഈടാക്കി ഈ പാവപ്പെട്ട ജനങ്ങൾ അവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ അവരെ വഴിയാധാരമാക്കാതെ അവർക്ക് പുനരധിവാസം കൊടുക്കണം എന്ന് തന്നെയാണ് PDPയുടെ അഭിപ്രായവും. ആ വഖഫ് സ്വത്ത് ആ വഖഫായി തന്നെ നിലനിർത്തുകയും കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുകയും ചെയ്യണം എന്ന് തന്നെയാണ് PDPയുടെ അഭിപ്രായം. അതിന് ഈ വിഷയത്തെ വേറെ ദിശയിലേക്ക് കൊണ്ടുപോകാൻ സതീശനും കൂട്ടാളികളും ശ്രമിക്കുമ്പോൾ അതിനെതിരെയുള്ള ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉയരുകയും സതീശൻ്റെ ഈ RSS ബന്ധം പൊതുസമൂഹത്തിൽ ഞങ്ങൾ തുറന്നു കാണിക്കുകയും ചെയ്യും എന്നതാണ് എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ സഹോദരങ്ങളോട് പറയാനുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്രീ പ്രതിപക്ഷ നേതാവ് സതീശൻ ഉയർത്തിയ ഈ വാദം യാതൊരു അടിസ്ഥാനവുമില്ലാത്തതാണ്. മാത്രവുമല്ല, അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി കൂടിയാണ്. ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രി അല്ലെങ്കിലും ക്യാബിനറ്റ് റാങ്കുള്ള ഒരു പ്രതിപക്ഷ നേതാവ് എന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥലത്ത് ഒരു പ്രതിഷ്ഠിക്കപ്പെട്ട ആളാണ്. നോക്കൂ, 2 നിയമപ്രക്രിയയിലൂടെ കടന്നു വന്നിട്ടാണ് ഇത് വഖഫ് ഭൂമിയാണ് എന്ന് സ്ഥിരപ്പെടുത്തിയത്. പറവൂർ സബ് കോടതിയുടെയും പിന്നീട് അത് ഹൈക്കോടതിയും അത് ശരിവെച്ചിട്ടുള്ളതാണ്. നമുക്ക് അറിയാം, ഈ ജുഡീഷ്യൽ റിവ്യൂ, ഈ സിവിൽ കേസുകൾ വളരെ കൃത്യമായ രീതിയിൽ കൂടി അത് കോടതികളും അതുപോലെ തന്നെ അതിൻ്റെ എതിർകക്ഷികളുമൊക്കെ എല്ലാ വാദമുഖങ്ങളും നിരത്തി അതിനെ സ്ഥിരപ്പെടുത്തുന്ന രീതിയിൽ കൂടി ശ്രമം നടത്തുന്ന ഒരു രീതിയാണ് കോടതികളിൽ കണ്ടുവരുന്നത്. അങ്ങനെ ഒരു ജുഡീഷ്യൽ റിവ്യൂവിന് ശേഷം കോടതികൾ 2 കോടതികൾ സ്ഥിരപ്പെടുത്തിയ ഒരു വസ്തുവിൻ്റെ മേലാണ് ഇങ്ങനെ ഒരു തെറ്റായ വാദം ഉന്നയിച്ചിട്ട് സംഘപരിവാർ ശക്തികൾക്ക് മുതലെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള അവസരം പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി ചെയ്തത്. അദ്ദേഹത്തിൻ്റെ സ്വന്തം പദവിയോട് തന്നെ ഒരു ക്രൂരതയും തെറ്റും കാണിച്ചിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ മറ്റൊരു കാര്യം കൂടെ, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ അന്യാധീനപ്പെട്ട് കഴിയുന്ന കുറേ അധികം വസ്തുക്കളുണ്ട്. ഏതാണ്ട് 600ഓളം ഏക്കർ വസ്തുക്കൾ ഇങ്ങനെ അന്യാധീനപ്പെട്ട് പലരും കയ്യേറി അവർ ക്രയവിക്രയം ചെയ്യുകയോ മറ്റോ ചെയ്തിട്ടുണ്ട് എന്ന് നിസാർ കമ്മീഷൻ കണ്ടെത്തിയിട്ടുള്ളതാണ്. അത്തരത്തിൽ കയ്യേറപ്പെട്ട വസ്തുക്കൾ അന്യാധീനപ്പെട്ടു പോകാൻ
കാരണമായേക്കാവുന്ന ഒരു പ്രസ്താവന കൂടിയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അപ്പോൾ മാത്രമല്ല ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്കറിയാം, ഇന്ന് ഇന്ത്യയിൽ മുഴുവൻ ഈ വഖഫ് ഭൂമികൾക്ക് മേൽ അതുപോലെ തന്നെ ആരാധനാലയങ്ങൾക്ക് മേൽ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ സംഘപരിവാർ സർവേ എന്ന പേരിലും അതുപോലെ തന്നെ ഖനനം എന്ന പേരിലും ASIA ഒക്കെ സംഘപരിവാറിൻ്റെ ഒരു സംഘമായി നിശ്ചയിച്ചുകൊണ്ട് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഇത്തരം ഒരു വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന രീതിയിൽ കൂടി ഒരു പ്രസ്താവന അദ്ദേഹം നടത്തുക എന്ന് പറയുന്നത് അദ്ദേഹം ചെയ്ത വളരെ തെറ്റായ നടപടിയാണെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായം വളരെ കൃത്യമായ രീതിയിൽ കൂടി പുറത്ത് സമുദായവും ഈ സമൂഹവും അറിയേണ്ടതുണ്ട്. കാരണം ഇതിനകത്ത് മുസ്ലിം ലീഗ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം ലീഗിൻ്റെ ഒരു ഒത്താശയോടുകൂടിയാണ് ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടുള്ളത്. വഖഫ് ഭൂമി ഒരു കാരണവശാലും ക്രയവിക്രയം ചെയ്യാൻ പാടില്ല എന്ന് ഇന്ത്യൻ വഖഫ് ആക്ടിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അത് വിൽക്കാനോ അല്ലെങ്കിൽ വാങ്ങാനോ പാടില്ല എന്നുള്ളത്. അത്തരത്തിലുള്ള ഒരു നിയമ വ്യവസ്ഥ കൃത്യമായ രീതിയിൽ കൂടി നിർവചിക്കപ്പെട്ട ഭൂമി ഏത് തരത്തിലാണത് വിൽപ്പനയ്ക്കുള്ള സാഹചര്യം ഉണ്ടായത് എന്നുള്ളത് കൃത്യമായ രീതിയിൽ കൂടി ഗവൺമെൻറ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. മാത്രവുമല്ല, വഖഫ് ബോർഡ് എന്ന് പറയുന്നത് കാലാകാലങ്ങളായിട്ട് മുസ്ലിം ലീഗും മുസ്ലിം ലീഗിൻ്റെ അനുബന്ധ സംഘടനകളും കയ്യിൽ വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു മേൽക്കോയ്മ ഉള്ള ഒരു സ്ഥാപനമാണെന്ന് ഇവിടെ പല മതസംഘടനകൾ ഉൾപ്പെടെയുള്ളവർ ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളതാണ്. ആ ഒരു സ്ഥാപനത്തിൻ്റെ ഒരൊത്താശയോടുകൂടിയാണ് ഇത് നടന്നു വന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ മാത്രവുമല്ല, ഇതിനകത്ത് പോൾ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവ് അദ്ദേഹത്തിന് പവർ ഓഫ് അറ്റോർണി കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. അതെങ്ങനെയാണ് പവർ ഓഫ് അറ്റോർണി കൊടുക്കുക? ഒരു വഖഫ് ഭൂമി വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പവർ ഓഫ് അറ്റോർണി ഒരു സ്ഥാപനത്തിന് എങ്ങനെയാണ് കൊടുക്കാൻ കഴിയുക? ഇതും കൃത്യമായ രീതിയിൽ കൂടി അന്വേഷണ വിധേയമാകേണ്ട സംഗതിയാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്.